നെക്സ്റ്റ് പാത്ത് ഇൻഡിപെൻഡൻസ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ്. ഫോഴ്സ് ഫീൽഡ് എഫ് സ്പേസിലോ റീജിയൻ ഡിയിൽ ഡിഫൈൻഡ് ആണെന്ന് വിചാരിക്കുക. ദെൻ റീജിയൻ ഡിയിൽ ഒരു പോയിൻ്റ് എയിൽ നിന്നും മറ്റൊരു പോയിൻ്റ് ബിയിലേക്ക് ഒരു പാർട്ടിക്കിൾ ഈ ഫോഴ്സ് ഫീൽഡ് എഫിൻ്റെ എഫക്റ്റ് കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ ഇൻ്റെ ലെഫ്റ്റ് ഡോട്ട് ഡി ആർ സാധാരണയായിട്ട് എയിൽ നിന്നും ബിയിലേക്കുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില സ്പെഷ്യൽ ഫീൽഡിൽ ഇൻ്റെ ലെഫ്റ്റ് ഡോട്ട് ഡി ആർ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് എയിൽ നിന്നും ബിയിലേക്ക് ആ റീജിയനിലുള്ള ഏത് പാത്ത് ചൂസ് ചെയ്താലും വർക്ക് ഡൺ ഇൻ്റെ ലെഫ്റ്റ് ഡോട്ട് ഡി ആറിൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും. ദെൻ ഈ ഒരു കാര്യം റീജിയൻ ഡിയിലെ ഏത് രണ്ട് പോയിൻറ്റ്സും ചൂസ് ചെയ്താലും ട്രൂ ആണെങ്കിൽ, അതായത് റീജിയൻ ഡിയിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് എ സ്റ്റാറും ബി സ്റ്റാറും ചൂസ് ചെയ്താലും എ സ്റ്റാറിൽ നിന്നും ബി സ്റ്റാറിലേക്ക് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ ഇൻ്റെ ലെഫ്റ്റ് ഡോട്ട് ഡി ആർ എ സ്റ്റാറിൽ നിന്നും ബി സ്റ്റാറിലേക്കുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റെ ലെഫ്റ്റ് ഡോട്ട് ഡി ആർ റീജിയൻ ഡിയിൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയും. അതുപോലെ തന്നെ ഫോഴ്സ് ഫീൽഡ് എഫ് റീജിയൻ ഡിയിൽ കൺസർവേറ്റീവ് ആണ് എന്നും. നമുക്കതിൻ്റെ പ്രിസൈസ് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എഫ് ബി എ ഫീൽഡ് ഡിഫൈൻഡ് ഓൺ എൻ ഓപ്പൺ റീജിയൻ ഡി ഇൻ സ്പേസ് ആൻഡ് സപ്പോസ് ദാറ്റ് ഫോർ എനി 2 points എ ആൻഡ് ബി ഇൻ ഡി the work in the late to be f dot dr done in moving from a to b is the same for all paths from a to b, then the integral f dot dr is path independent in d and the field f is conservative on d. അതായത് ഒരു ഫോഴ്സ് ഫീൽഡ് എഫ് റീജിയൻ ഡിയിൽ ഡിഫൈൻഡ് ആണെന്ന് വിചാരിക്കുക. അതിലേത് രണ്ട് പോയിൻറ്റ്സ് എയും ബിയും ചൂസ് ചെയ്താലും എയിൽ നിന്നും ബിയിലേക്ക് ഈ ഫോഴ്സ് ഫീൽഡിൻ്റെ എഫക്റ്റ് കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ ഇൻ്റെ ലേറ്റ് ടു ബി എഫ് ഡോട്ട് ഡി ആർ എയിൽ നിന്നും ബിയിലേക്കുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റെ ലെഫ്റ്റ് ഡോട്ട് ഡി ആറിനെ റീജിയൻ ഡിയിൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഫോഴ്സ് ഫീൽഡ് എഫ് റീജിയൻ ഡിയിൽ കൺസർവേറ്റീവ് ആണ് എന്നും പറയും. ദെൻ ചില കണ്ടീഷൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഫീൽഡ് എഫ് കൺസർവേറ്റീവ് ആവാനുള്ള കുറച്ച് റിസൾട്ടുകളുണ്ട്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ആ കണ്ടീഷൻസ് ഏതാണെന്നും റിസൾട്ടുകൾ ഏതാണെന്നും. അതിലൊരു റിസൾട്ടാണ് ക്യാപിറ്റൽ എഫ് ഈസ് കൺസർവേറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ദി ഗ്രേഡിയൻ ഫീൽഡ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ സ്മോൾ എഫ്. That is if and only if capital F equal to del f for some scalar function small f. അതായത് ഫോഴ്സ് ഫീൽഡ് ക്യാപിറ്റൽ എഫ് R3യിൽ നിന്നും ആറിലേക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ ഫീൽഡ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ച് ക്യാപിറ്റൽ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ എഫ് ഏതെങ്കിലും ഒരു സ്കേലാർ ഫംഗ്ഷൻ സ്മോൾ എഫിൻ്റെ ഗ്രേഡിയൻ ഫീൽഡ് ആയിരിക്കും. അവിടെ ക്യാപിറ്റൽ എഫിൻ്റെ ഡൊമെയിനും അതുപോലെ തന്നെ ക്യാപിറ്റൽ എഫും കുറച്ച് കണ്ടീഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. താഴെയുള്ള ഡെഫിനിഷൻ പറയുവാൻ വേണ്ടിയാണ് ഈ റിസൾട്ട് പറഞ്ഞത്. ഇഫ് ക്യാപിറ്റൽ എഫ് ഈസ് എ ഫീൽഡ് ഡിഫൈൻഡ് ഓൺ ഡി ആൻഡ് എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഫോർ സം സ്കേലാർ ഫംഗ്ഷൻ സ്മോൾ എഫ് ഓൺ ഡി, ദെൻ സ്മോൾ എഫ് ഈസ് കോൾഡ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ ക്യാപിറ്റൽ എഫ്. അതായത് ക്യാപിറ്റൽ എഫ് റീജിയൻ ഡിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ്, അതുപോലെ തന്നെ ആ റീജിയനിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്കേലാർ ഫംഗ്ഷനാണ് സ്മോൾ എഫ് എന്ന് വിചാരിക്കുക. ദെൻ ഫോഴ്സ് ഫീൽഡ് എഫും ആ സ്കേലാർ ഫംഗ്ഷൻ സ്മോൾ എഫിൻ്റെ ഗ്രേഡിയൻ ഫീൽഡും സെയിം ആണെങ്കിൽ സ്കേലാർ ഫംഗ്ഷൻ സ്മോൾ എഫിനെ ക്യാപിറ്റൽ എഫിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ദെൻ നേരത്തെ പറഞ്ഞ റിസൾട്ടുകളാണ് ഇനി പറയുവാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫീൽഡ്സ്. ആ എല്ലാ റിസൾട്ട്സിലും ജനറലായിട്ട് കുറച്ച് അസംഷൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ആ റിസൾട്ടിൽ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല, പക്ഷേ ജനറലായിട്ട് ഈ അസംഷൻസ് എല്ലാം അവിടെയുണ്ട്. ആ അസംഷൻസ് എന്താണെന്ന് നോക്കാം. അവിടെ പറയുന്ന എല്ലാ കേവ്സും പീസ് വൈസ് സ്മൂത്ത് ആയിരിക്കും. അതായത് ഫൈനൈറ്റ്ലി മെനി സ്മൂത്ത് കേവ്സുകൾ എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുന്ന വിധത്തിലുള്ള കേവ്സിനെല്ലാം ഇനി പറയുന്ന റിസൾട്ടുകൾ ഹോൾഡ് ചെയ്യും. സ്മൂത്ത് കേവ്സിന് മാത്രമല്ല, പീസ് വൈസ് സ്മൂത്ത് കേവ്സിനും ഇനി പറയുന്ന റിസൾട്ടുകൾ ഹോൾഡ് ചെയ്യും. സോ എല്ലാ തിയറത്തിലും ഒരു അസംഷൻ ഉണ്ട്. അവിടെ എടുക്കുന്ന കേവ്സ് എല്ലാം പീസ് വൈസ് സ്മൂത്ത് ആയിരിക്കും. സ്മൂത്ത് കേവ്സിൻ്റെ ഒരു ജനറലൈസ്ഡ് വേർഷനാണ് പീസ് വൈസ് സ്മൂത്ത്. അതായത് സ്മൂത്ത് കേവ്സ് എല്ലാം പീസ് വൈസ് സ്മൂത്ത് ആണ്. സോ പറയുന്ന റിസൾട്ടുകൾ സ്മൂത്ത് കേവ്സിനും ഹോൾഡ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടി ജനറലായിട്ടുള്ള കണ്ടീഷനാണ് പീസ് വൈസ് സ്മൂത്ത്. അതുപോലെ തന്നെ രണ്ടാമത്തുള്ളൊരു കണ്ടീഷൻ റീജിയൻ ഡി ഒരു ഓപ്പൺ റീജിയൻ ആയിരിക്കും. അത് സ്പേസിലുള്ള റീജിയൻ ആയിരിക്കും. സോ സ്പേസിലുള്ള റീജിയൻ ഓപ്പൺ ആയിരിക്കണമെങ്കിൽ ആ റീജിയനിൽ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിന്റ് സെൻറ്ററായിട്ട് വരുന്ന ഒരു ഓപ്പൺ ബോൾ റീജിയൻ ഡിയിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആയിരിക്കണം. അത് റീജിയൻ ഡിയിൽ ഏത് പോയിന്റ് ചൂസ് ചെയ്താലും ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അത്തരത്തിലുള്ള റീജിയൻസിനെയാണ് ഓപ്പൺ റീജിയൻസ് ഇൻ സ്പേസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി പറയാൻ പോകുന്ന റിസൾട്ടുകളിലെല്ലാം ഫോഴ്സ് ഫീൽഡ് എഫിൻ്റെ ഡൊമെയിൻ ഒരു ഓപ്പൺ റീജിയൻ ആയിരിക്കും. അതുപോലെ തന്നെ റീജിയൻ ഡി കണക്റ്റഡ് ആയിരിക്കണം. അതായത് റീജിയൻ ഡിയിലെ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്താലും ആ പോയിന്റിനെ റീജിയൻ ഡിയിലെ മറ്റേത് പോയിന്റിലേക്കും റീജിയൻ ഡിയിൽ ലൈ ചെയ്യുന്ന ഒരു സ്മൂത്ത് കേവ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുവാൻ സാധിക്കണം.
അത്തരത്തിലുള്ള റീജിയൻസിനെയാണ് കണക്റ്റഡ് റീജിയൻസ് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ഫീൽഡ് എഫിൻ്റെ ഡൊമൈൻ കണക്റ്റഡ് ആയിരിക്കണം. ആൻഡ് ഫൈനലി റീജിയൻ ഡി സിംപ്ലി കണക്റ്റഡ് ആയിരിക്കണം. അതായത് റീജിയൻ ഡിയിലെ ഏതൊരു ക്ലോസ്ഡ് കേവ്, അതായത് ഏതൊരു ലൂപ്പ് ചൂസ് ചെയ്താലും ആ ലൂപ്പിനെ നമുക്ക് കണ്ടിന്യൂസ്ലി ഷ്രങ്ക് ചെയ്ത് റീജിയൻ ഡിയെ ലീവ് ചെയ്യാതെ കണ്ടിന്യൂസ്ലി ഷ്രങ്ക് ചെയ്ത് ഒരു പോയിന്റിലേക്ക് ചുരുക്കുവാൻ സാധിക്കണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് അത്തരത്തിലുള്ള റീജിയൻസിനെയാണ് സിംപ്ലി കണക്റ്റഡ് എന്ന് പറയുന്നത്. അതായത് റീജിയൻ ഡിയിലെ ഒരു ക്ലോസ്ഡ് കേവ് ചൂസ് ചെയ്യുക, ദെൻ ആ ക്ലോസ്ഡ് കേവിനെ ചുരുക്കി ഒരു പോയിന്റിലേക്ക് എത്തിക്കുക. അങ്ങനെ ഷ്രങ്ക് ചെയ്യുമ്പോൾ ആ കേവ് റീജിയൻ ഡിയെ ലീവ് ചെയ്യാൻ പാടില്ല. ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന റീജിയൻസിനെയാണ് സിംപ്ലി കണക്റ്റഡ് റീജിയൻസ് എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഒരു സ്പിയറിൻ്റെയോ ക്യൂബിൻ്റെയോ ഒക്കെ ഇൻറ്റീരിയർ, അതെല്ലാം സിംപ്ലി കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു സ്പിയറിലെ ഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സ് റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കി സ്പേസും അതും സിംപ്ലി കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ രണ്ട് കോൺസെൻട്രിക് സ്പിയേഴ്സിൻ്റെ ഇടയിലുള്ള റീജിയൻസും അതെല്ലാം സിംപ്ലി കണക്റ്റഡ് ആണ്. അതായത് ഈ റീജിയൻസിലെല്ലാം ഏതൊരു ക്ലോസ്ഡ് കേവ് ചൂസ് ചെയ്താലും ആ ക്ലോസ്ഡ് കേവ്സിനെ കണ്ടിന്യൂസ്ലി ഷ്രങ്ക് ചെയ്ത് ആ റീജിയൻ ഡിയെ ലീവ് ചെയ്യാതെ തന്നെ ഒരു പോയിന്റിലേക്ക് ചുരുക്കുവാൻ സാധിക്കും. സോ ഇതെല്ലാം സിംപ്ലി കണക്റ്റഡ് റീജിയൻസിൻ്റെ എക്സാമ്പിളാണ്. ദെൻ സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത റീജിയൻസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഒരു ടോറസ്, അതായത് റിങ്ങിൻ്റെ ഷേപ്പ്, ഉഴുന്നുവടയുടെയൊക്കെ ഷേപ്പ്, ആ റീജിയൻ സിംപ്ലി കണക്റ്റഡ് അല്ല. കാരണം അതിൻ്റെ ഹോളിൻ്റെ ചുറ്റുമുള്ള ഒരു ക്ലോസ്ഡ് കേവ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കേവിനെ കണ്ടിന്യൂസ്ലി ഷ്രങ്ക് ചെയ്യുമ്പോൾ റീജിയൻ ഡിയെ ലീവ് ചെയ്യും. അതായത് ആ കേവിനെ കണ്ടിന്യൂസ്ലി ഷ്രങ്ക് ചെയ്ത് ഒരു സിംഗിൾ പോയിന്റിലേക്ക് ചുരുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. സോ ആ ഒരു ഷേപ്പ്, അതിനെയാണ് ടോറസ് എന്ന് വിളിക്കുന്നത്. ആ ഷേപ്പ് സിംപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റീജിയൻ അല്ല. അതുപോലെ തന്നെ ഒരു ക്യൂബിൻ്റെ അതിൻ്റെ ഒരു ഇൻറ്റീരിയറിലുള്ള ഒരു ഡയഗണൽ റിമൂവ് ചെയ്യുക എന്ന് വിചാരിക്കുക. ദെൻ ബാക്കിയുള്ള സ്പേസ് അത് സിംപ്ലി കണക്റ്റഡ് അല്ല. കാരണം റിമൂവ് ചെയ്ത ഡയഗണലിന് ചുറ്റുമുള്ള ഒരു ക്ലോസ്ഡ് കേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ക്ലോസ്ഡ് കേവിനെ കണ്ടിന്യൂസ്ലി ഷ്രങ്ക് ചെയ്യുമ്പോൾ അത് റീജിയൻ ഡിയെ ലീവ് ചെയ്തു പോകും. സോ ഈ റീജിയനും സിംപ്ലി കണക്റ്റഡ് അല്ല. ദെൻ പ്ലെയിനിലെ റീജിയനിലേക്ക് എത്തുമ്പോൾ റീജിയൻ സിംപ്ലി കണക്റ്റഡ് ആവാനുള്ള കണ്ടീഷൻ ഇത് തന്നെയാണ്. ആ റീജിയനിലെ ഏതൊരു ക്ലോസ്ഡ് കേവ് കൺസിഡർ ചെയ്താലും അതിനെ കണ്ടിന്യൂസ്ലി ആ റീജിയൻ ഡിയെ ലീവ് ചെയ്യാതെ ഷ്രങ്ക് ചെയ്ത് ഒരു പോയിന്റിലേക്ക് എത്തിക്കുവാൻ സാധിക്കണം. സോ അവിടെ സിംപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള റീജിയൻ്റെ എക്സാമ്പിളാണ് ഒരു സർക്കിളിൻ്റെ ഇൻറ്റീരിയർ, അത് സിംപ്ലി കണക്റ്റഡ് ആണ്. ആ റീജിയനിൽ ഏതൊരു ക്ലോസ്ഡ് കേവ് കൺസിഡർ ചെയ്താലും അതിനെ കണ്ടിന്യൂസ്ലി ഷ്രങ്ക് ചെയ്ത് ആ റീജിയൻ ഡിയെ ലീവ് ചെയ്യാതെ ഒരു പോയിന്റിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. പക്ഷേ അൺലാർ റീജിയൻ, അതായത് രണ്ട് കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ ഇടയിലുള്ള റീജിയൻ, അത് സിംപ്ലി കണക്റ്റഡ് അല്ല. കാരണം അതിലെ സ്മോളർ സർക്കിളിന് ചുറ്റുമുള്ള ഒരു ക്ലോസ്ഡ് കേവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കേവിനെ കണ്ടിന്യൂസ്ലി ഷ്രങ്ക് ചെയ്യുമ്പോൾ അത് ആ അൺലാർ റീജിയനെ ലീവ് ചെയ്തു പോകും. സോ അൺലാർ റീജിയൻ സിംപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള റീജിയൻ അല്ല. ചില ടൈമിൽ സിംപ്ലി കണക്റ്റഡ് റീജിയൻസിനെ റീജിയൻസ് വിത്തൗട്ട് ഹോൾസ് എന്നും പറയാറുണ്ട്. ദെൻ ഈ അസംഷൻസ് എല്ലാം ഉണ്ട് ഇനി പറയുന്ന റിസൾട്ടിൽ. അതായത് റീജിയൻ ഡി ഓപ്പൺ ആയിരിക്കണം, സിംപ്ലി കണക്റ്റഡ് ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന കേവ്സ് പീസ് വൈസ് സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത് ആയാലും കുഴപ്പമില്ല, അതിൻ്റെ ജനറലൈസ്ഡ് വേർഷനാണ് പീസ് വൈസ് സ്മൂത്ത്. ഈ 4 കണ്ടീഷൻസും ഇനി പറയുന്ന എല്ലാ റിസൾട്ടുകളിലും ഉണ്ട്. നമുക്ക് ആദ്യത്തെ റിസൾട്ട് നോക്കാം. തിയറം 1, ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ്. Let capital F equal to mi plus nj plus pk be a vector field whose components are continuous throughout an open, connected and simply connected region D in space. Then there exists a differentiable function small f such that capital F equal to del f, which is equal to dou f by dou xi plus dou f by dou yj plus dou f by dou zk if and only if for all points a and b in D the value of integral a to b f dot dr is independent of the path joining a to b in D. If the integral is independent of the path from a to b, then its value is integral a to b f dot dr equal to f of b minus f of a. അതായത് വെക്റ്റർ ഫീൽഡ് എഫിൻ്റെ കമ്പോണൻറ്റ് ഫങ്ഷൻസ് സ്പേസിലുള്ള ഒരു ഓപ്പൺ കണക്റ്റഡ് സിംപ്ലി കണക്റ്റഡ് റീജിയൻ ഡിയിൽ കണ്ടിന്യൂസ് ആണ് എന്ന് വിചാരിക്കുക. ദെൻ ഫോഴ്സ് ഫീൽഡ് എഫ് ആ റീജിയൻ ഡിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്കേലാർ ഫംഗ്ഷൻ എഫിൻ്റെ ഗ്രേഡിയൻ വെക്റ്റർ ഫീൽഡ് ആവാനുള്ള ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. റീജിയൻ ഡിയിലെ ഏത് 2 പോയിൻറ്റ്സ് എയും ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ജോയിനിങ് എ ടു ബി ഇൻ ഡി. അതായത് ഫോഴ്സ് ഫീൽഡ് എഫ് റീജിയൻ ഡിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്കേലാർ ഫംഗ്ഷൻ സ്മോൾ എഫിൻ്റെ ഗ്രേഡിയൻ ഫീൽഡ് ആണ് എന്നുണ്ടെങ്കിൽ റീജിയൻ ഡിയിലെ ഏത് 2 പോയിൻറ്റ്സ് എയും ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ എ ടു ബി എഫ് ഡോട്ട് ഡി ആറിൻ്റെ വാല്യൂ എയിൽ നിന്നും ബിയിലേക്ക് ജോയിൻ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് എയിൽ നിന്നും ബിയിലേക്ക് റീജിയൻ ഡിയിലായി ചെയ്യുന്ന ഏതൊരു പാത്ത് ചൂസ് ചെയ്താലും ഇതിൻ്റെ എ ടു ബി എഫ് ഡോട്ട് ഡി ആറിൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും. അതായത് ഫോഴ്സ് ഫീൽഡ് എഫ് റീജിയൻ ഡിയിൽ കൺസർവേറ്റീവ് ആയിരിക്കും.
അതുപോലെ തന്നെ തിരിച്ച് ഫോഴ്സ് ഫീൽഡ് എഫ് റീജിയൻ ഡിയിൽ കൺസർവേറ്റീവ് ആണെങ്കിൽ, അതായത് ഇതിൻ്റെ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എയിൽ നിന്നും ബിയിലേക്കുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഫീൽഡ് എഫ് റീജിയൻ ഡിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കേലാർ ഫംഗ്ഷൻ സ്മോൾ എഫിൻ്റെ ഗ്രേഡിയൻ ഫീൽഡ് ആയിരിക്കും. അതാണ് നമുക്ക് ആദ്യത്തെ പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എയിൽ നിന്നും ബിയിലേക്കുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. അതാണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ദെൻ ആദ്യത്തെ പാർട്ടിൻ്റെ നെസസറി പാർട്ട് മാത്രമാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. അതായത് എഫ് ഈക്വൽ ടു ഡെൽ എഫ് ആണെങ്കിൽ ഇതിൻ്റെ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് മാത്രമാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നത്. അതിൻ്റെ കോൺവേഴ്സ് പാർട്ട് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് പ്രൂവ് ചെയ്യുവാൻ കൂടുതൽ റിസൾട്ട് ആവശ്യമുള്ളത് കൊണ്ട് അതിൻ്റെ കോൺവേഴ്സ് പാർട്ട് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ ഇതിൻ്റെ നെസസറി പാർട്ട് മാത്രമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതായത് എഫ് ഈക്വൽ ടു ഡെൽ എഫ് ആണെങ്കിൽ ഇതിൻ്റെ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഫോഴ്സ് ഫീൽഡ് എഫ് റീജിയൻ ഡിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്കേലാർ ഫംഗ്ഷൻ സ്മോൾ എഫിൻ്റെ ഗ്രേഡിയൻ ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. അതായത് ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. സ്കേലാർ ഫംഗ്ഷൻ സ്മോൾ എഫിൻ്റെ ഗ്രേഡിയൻ ഫീൽഡാണ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. സോ ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു ഡെൽ എഫ് ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റീജിയൻ ഡിയിലെ ഏത് രണ്ട് പോയിൻറ്റ്സ് എയും ബിയും ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ അതിനുവേണ്ടി റീജിയൻ ഡിയിലെ രണ്ട് പോയിൻറ്റ്സ് എയും ബിയും ചൂസ് ചെയ്യുക. ദെൻ ആ രണ്ട് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന വിധത്തിൽ ആർബിട്രറി ആയിട്ടുള്ളൊരു കേവാണ് റീജിയൻ ഡിയിലുള്ള ഒരു സ്മൂത്ത് കേവാണ് സി എന്ന് വിചാരിക്കുക. ദെൻ ആ കേവിൻ്റെ സ്മൂത്ത് കേവ് സിയുടെ വെക്ടർ ഇക്വേഷൻ വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്നും വിചാരിക്കുക. ദെൻ ഈ കേവ്സിലെ പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ എഫിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ എഫ് പാരാമീറ്റർ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കും. സോ നമുക്ക് ഡി എഫ് ബൈ ഡി ടി ചെയിൻ റൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ചെയിൻ റൂൾ യൂസ് ചെയ്യുമ്പോൾ ഡി എഫ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ബൈ ഡി ടി. ദെൻ അത് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ഡോട്ട് ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ. അതായത് ഈ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് മുകളിലത്തെ എക്സ്പ്രഷൻ. സോ ഡി എഫ് ബൈ ഡി ടിക്ക് പകരം നമുക്ക് ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഡി എഫ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ഡോട്ട് ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ പ്ലസ് ഡി സെഡ് ബൈ ഡി ടി കെ. ദെൻ ആദ്യത്തെ എക്സ്പ്രഷൻ അതിൽ ആദ്യത്തെ വെക്ടർ ഡെൽ എഫ് ആണ്. അതുപോലെ രണ്ടാമത്തെ വെക്ടർ ഡി ആർ ബൈ ഡി ടി ആണ്. സോ ഡി എഫ് ബൈ ഡി ടി ഈക്വൽ ടു ഡെൽ എഫ് ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇവിടെ ഡെൽ എഫ് എന്നുള്ളത് ക്യാപിറ്റൽ എഫ് ആയതുകൊണ്ട് ഡെൽ എഫിന് പകരം ക്യാപിറ്റൽ എഫ് എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡി എഫ് ബൈ ഡി ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി. ദെൻ നമുക്കറിയാം ഇതിൻ്റെ ലോവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നുള്ളത് ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ടി ഈക്വൽ ടു എ ടു ടി ഈക്വൽ ടു ബി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഡി ടി. ദെൻ എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടിക്ക് പകരം ഡി എഫ് ബൈ ഡി ടി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലോവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇതിൻ്റെ എ ടു ബി ഡി എഫ് ബൈ ഡി ടി ഡി ടി. ദെൻ നമുക്കറിയാം എഫ് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ എ ടു ബി ഡി എഫ് ബൈ ഡി എക്സ് എന്നുള്ളത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. ഫണ്ടമെൻ്റൽ തിയറമാണ്. അത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എ ടു ബി ഡി എഫ് ബൈ ഡി ടി എന്നുള്ളത് എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഓഫ് ബി കോമ വൈ ഓഫ് ബി കോമ സെഡ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എക്സ് ഓഫ് എ കോമ വൈ ഓഫ് എ കോമ സെഡ് ഓഫ് എ. ദെൻ എക്സ് ഓഫ് ബി കോമ വൈ ഓഫ് ബി കോമ സെഡ് ഓഫ് ബി എന്നുള്ളത് ബി എന്നുള്ള പോയിൻ്റാണ്. അതുപോലെ തന്നെ എക്സ് ഓഫ് എ കോമ വൈ ഓഫ് എ കോമ സെഡ് ഓഫ് എ എന്നുള്ള പോയിൻ്റ് എ എന്നുള്ള പോയിൻ്റാണ്. കാരണം നമ്മൾ ചൂസ് ചെയ്ത കേവ് സി ക്യാപിറ്റൽ എയിൽ നിന്നും ക്യാപിറ്റൽ ബിയിലേക്കുള്ള ഒരു കേവാണ്. അവിടെ ടിയുടെ വേരിയേഷൻ സ്മോൾ എ മുതൽ സ്മോൾ ബി വരെയാണ്. സോ ടി ഈക്വൽ ടു എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേവിലെ പോയിൻ്റ് ക്യാപിറ്റൽ എ എന്നുള്ള പോയിൻ്റാണ്. അതുപോലെ ടി ഈക്വൽ ടു ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേവിലെ പോയിൻ്റ് ക്യാപിറ്റൽ ബി എന്നുള്ള പോയിൻ്റാണ്. അത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലോവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. സോ ഈ ലൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആ കേവ് സിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ എൻ പോയിൻറ്റ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് എയിൽ നിന്നും ബിയിലേക്കുള്ള ഏതൊരു കേവ് സ്മൂത്ത് കേവ് സി ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ലോവർ സി എഫ് ഡോട്ട് ഡി ആറിൻ്റെ വാല്യൂ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ തന്നെ ആയിരിക്കും. അതായത് ആ ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഫോഴ്സ് ഫീൽഡ് എഫ് റീജിയൻ ഡിയിൽ കൺസർവേറ്റീവ് ആയിരിക്കും. അതാണ് നമുക്ക് നെസസറി പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത്. ദെൻ സഫിഷ്യൻറ്റ് പാർട്ട് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
ഇത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് ഈ ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആറിൻ്റെ വാല്യൂ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കുമെന്നാണ്. അതായത് എയിൽ നിന്നും ബിയിലേക്കുള്ള ഏതൊരു കർവ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കുമെന്നാണ്. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യുമ്പോൾ സ്മോൾ എഫ് എന്നുള്ള ക്യാപിറ്റൽ എഫിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിൻ്റെ വാല്യൂ സ്മോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. ദെൻ ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഫോഴ്സ് ഫീൽഡ് എഫിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ അത് ഈസി ആയതുകൊണ്ട് ബൈ ഇൻസ്പെക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ജനറലായിട്ട് ഒരു ഫോഴ്സ് ഫീൽഡ് എഫിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ പിന്നീട് പഠിക്കും. ഇത് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദി ഇൻ്റഗ്രൽ ഓഫ് ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു 2xi plus 2yj plus 4zk ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഇൻ എനി ഡൊമൈൻ ഇൻ സ്പേസ്. ഓൾസോ ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ ഓവർ എ കർവ് സി വിത്ത് ഇനീഷ്യൽ പോയിൻറ്റ് എ 0, 0, 0 ആൻഡ് ദി ടെർമിനൽ പോയിൻറ്റ് ബി 2, 2, 2. സോ ഇവിടെ ഒരു ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്. ദെൻ സ്പേസിലുള്ള ഏതൊരു ഡൊമൈൻ കൺസിഡർ ചെയ്താലും ആ റീജിയനിലുള്ള ഏതൊരു കേർവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ കേർവിലുള്ള എഫിൻ്റെ ഇൻ്റഗ്രൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫോഴ്സ് ഫീൽഡ് എഫിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീവിയസ് തിയറം യൂസ് ചെയ്ത് ഫോഴ്സ് ഫീൽഡ് എഫിൻ്റെ കേർവ് സിയിലുള്ള ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻറ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ എഫ് ഈക്വൽ ടു 2xi plus 2yj plus 4zk. നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x, അതുപോലെ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2y, 2z സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് 4z. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2z സ്ക്വയർ എന്നുള്ള സ്കേലാർ ഫംഗ്ഷൻ റീജിയൻ ഡിയിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് ഫീൽഡും ക്യാപിറ്റൽ എഫും സെയിം തന്നെ ആയിരിക്കും. കാരണം എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2z സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് ഫീൽഡ് വരുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെറ്റ് കെ. ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് 2x ആണ്, അതുപോലെ ഡോ എഫ് ബൈ ഡോ വൈ 2y, ഡോ എഫ് ബൈ ഡോ സെറ്റ് ഈക്വൽ ടു 4z. സോ ഈ സ്മോൾ എഫിൻ്റെ ഗ്രേഡിയൻറ്റ് ഫീൽഡ് ഡെൽ എഫ് ഈക്വൽ ടു 2xi പ്ലസ് 2yj പ്ലസ് 4zk. അത് തന്നെയാണ് ഫോഴ്സ് ഫീൽഡ് എഫും. സോ ഫോഴ്സ് ഫീൽഡ് എഫിന് ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സ്മോൾ എഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രീവിയസ് തിയറം യൂസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഫീൽഡ് എഫിൻ്റെ ഏത് കേർവ് സിയിലുമുള്ള ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് പാർട്ടിൽ ഇവിടെ ഒരു ലൈൻ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒറിജിനിൽ നിന്നും 2, 2, 2 എന്നുള്ള പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു കേർവാണ് സി എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിൽ എഫിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ സിയുടെ എൻ പോയിൻറ്റ്സിന് മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രീവിയസ് തിയറത്തിൻ്റെ സെക്കൻഡ് പാർട്ട് യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിൻ്റെ വാല്യൂ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആയിരിക്കും. ഇവിടെ ബി എന്നുള്ള പോയിൻറ്റ് 2, 2, 2, അതുപോലെ എന്നുള്ള പോയിൻറ്റ് 0, 0, 0. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു എഫ് ഓഫ് 2, 2, 2 മൈനസ് എഫ് ഓഫ് 0, 0, 0. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2z സ്ക്വയർ ആയതുകൊണ്ട് എഫ് ഓഫ് 2, 2, 2 എന്നുള്ളത് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ. അതുപോലെ എഫ് ഓഫ് 0, 0, 0 എന്നുള്ളത് 0 ആണ്. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 16. അതാണ് ആ ലൈൻ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ.